CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയുടെ ഏകദേശ രൂപം പുറത്തു വന്നപ്പോൾ അതിലുൾപ്പെടാത്ത രണ്ടുപേർ അടുത്ത ലോക്സഭയിലെ വൻ നഷ്ടങ്ങളായിരിക്കുമെന്ന് പരിഹാസത്തോടെ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുകയാണ്. ചിന്താ ജെറോമിനെയും ആർഷോയുമാണ് ലോക്സഭയുടെ നഷ്ടങ്ങളെന്ന് അഡ്വക്കേറ്റ് ജയശങ്കർ വിളിച്ചത്. ഇവർ ഇരുവരും സ്ഥാനാർത്ഥികളാകുമെന്ന് നേരത്തെ മുതലേ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കപ്പെട്ടിരുന്നു. എന്നാൽ ലിസ്റ്റ് വന്നപ്പോൾ ഈ രണ്ടുപേരുമില്ല. ലോക്സഭയിലേക്ക് സ്ഥാനം കിട്ടാതായി പോയ രണ്ട് മഹാപ്രതിഭകളാണ് ഇവർ രണ്ടുപേരുമെന്നും ജയശങ്കർ പറയുന്നു. പാർലമെന്റിൽ അലങ്കാരമായി മാറേണ്ടിയിരുന്നവരാണ് ചിന്താ ജെറോമും ആർഷോയും. കൊല്ലത്ത് ശക്തയായ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചാൽ മാത്രമേ NK പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ കഴിയൂന്നത് പ്രശസ്തമാണ്. 2014 പോളിറ്റ് ബ്യൂറോ മെമ്പറായ സഖാവ് MA ബേബിയെ തോൽപ്പിച്ചിട്ടാണ് പ്രേമചന്ദ്രൻ പാർലമെന്റിലെത്തിയത്. 2019 സാമുദായിക സമവാക്യങ്ങൾ നോക്കി ബാലഗോപാലിനെ കൊല്ലത്ത് സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും 1.58 ലക്ഷം വോട്ടുകൾക്ക് പ്രേമചന്ദ്രൻ വീണ്ടും ജയിച്ചു. ഇക്കുറി മുകേഷിനെയാണ് നിർത്തിയിരിക്കുന്നത്. സത്യത്തിൽ കൊല്ലത്ത് നല്ല പുള്ളിംഗ് പവറുള്ള സ്ഥാനാർത്ഥിയാണ് വേണ്ടിയിരുന്നത്. അതിന് ചിന്താ ജെറോമിനേക്കാൾ പറ്റിയ വേറൊരാൾ ഇല്ലെന്ന് ജയശങ്കർ പരിഹസിക്കുന്നു. അവർക്ക് യുവജനക്ഷേമ കമ്മീഷന്റെ ഉത്തരവാദിത്തം ഒഴിഞ്ഞ് ചുമതലകളില്ലാതെ കഴിയുകയാണ്. അവർ ഇംഗ്ലീഷിൽ MA മാത്രമല്ല ഡോക്ടറേറ്റുമുണ്ട്. പൊളിറ്റിക്സ് ഈസ് ഇമ്പോസിബിലിറ്റി ഓഫ് പോസിബിലിറ്റി ഓഫ് ഇമ്പോസിബിലിറ്റി എന്ന വലിയ രാഷ്ട്രമീമാംസാ തത്വം അവതരിപ്പിച്ച ആളാണ്. ദേശീയ രാഷ്ട്രീയത്തിന് ഈ സഹോദരി പോയിരുന്നെങ്കിൽ നന്നായിരുന്നു. അവർ ഇന്ത്യൻ പാർലമെന്റിന്റെ ചൈതന്യമെന്നോ പാർലമെന്റിന്റെ മണികിലുക്കമെന്നോ അറിയപ്പെട്ടേനെ. CPM ജില്ലാ കമ്മിറ്റിയും ജില്ലാ സെക്രട്ടേറിയറ്റും ഏകകണ്ഠമായി മുകേഷിന്റെ പേരാണ് നിർദ്ദേശിച്ചത്. ചിന്തേച്ചി ആയിരുന്നെങ്കിൽ പൊളിച്ചേനെയെന്നും ജയശങ്കർ പറയുന്നു. അതുപോലെ ഫാസിസത്തിന് എതിരായ ചെറുത്തുനിൽപ്പ് വേണ്ട ഈ കാലത്ത് പാലക്കാട് പരിഗണിക്കേണ്ട പേരായിരുന്നു സഖാവ് PM ആർഷോയുടേത്. പാർലമെന്റിൽ BJP വീണ്ടും അധികാരത്തിൽ വരികയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നേരെ വിരൽ ചൂണ്ടി ആരിഫ് ഖാനെ തെമ്മാടി ഇറങ്ങിവാടാ ഊച്ചാളി എന്ന മാതൃകയിൽ മുദ്രാവാക്യം വിളിക്കാൻ കഴിയുന്ന പോരാളിയാണ് ആർഷോ. മുകേഷും MV ജയരാജനും ജോയിയും മോശക്കാരല്ല. പക്ഷേ മോദിക്ക് നേരെ കൈചൂണ്ടി മുദ്രാവാക്യം വിളിക്കാനുള്ള ശക്തി ആർഷോയ്ക്ക് മാത്രമേ ഉള്ളൂവെന്നും ജയശങ്കർ പരിഹസിക്കുന്നു.